Amar Chitrakatha comics are casteist, racist, and not so very subtly propagate Hindu superiority over other religions, especially Islam, and Brahmin superiority over other castes. അമർ ചിത്രകഥയുടെ രാഷ്ട്രീയം ഈ രണ്ട് വരികളിലൂടെ അംബരീഷ് ദിവാൻജി പറയുകയാണ്. അമർ ചിത്രകഥ കോമിക്സ് ഈ ഫാസിസത്തിലേക്ക് നീങ്ങുന്ന ഈ ലോകത്തിൽ ഇത്തരം ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അമർ ചിത്രകഥകൾ മാത്രമല്ല ഒരു കുട്ടീനെ സ്വാധീനിക്കുന്നത്. ഒരു കുട്ടി നിരന്തരം വായിക്കുന്ന പാഠപുസ്തകങ്ങളിലൂടെയും ആ കുട്ടിയെ ഇരുത്തിപ്പിക്കുന്ന മതപഠനങ്ങളിലൂടെയും പിന്നെ ആ കുട്ടി വായിക്കുന്ന പുസ്തകങ്ങളിലൂടെയും ആ കുട്ടിയെ സ്വാധീനിക്കാൻ ആ സമൂഹത്തിന് കഴിയും. അമർ ചിത്രകഥകളോട് മാത്രമല്ല, ഒരു കോമിക് ബുക്കിനോട് മാത്രമല്ല. ഞാനെൻ്റെ ചെറുപ്പത്തിൽ അമർ ചിത്രകഥകൾ വായിച്ചിട്ടുണ്ട്, ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കഥ എന്നുപരി ഒരിക്കലും ഒരു മതവിശ്വാസമായി എനിക്കതിനെ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നിയിട്ട് പോലുമില്ല. അതിൻ്റെ കാരണം എന്നെ വളർത്തിയിരുന്ന ഒരു അന്തരീക്ഷം എനിക്ക് സ്വന്തം എൻ്റെ അഭിപ്രായങ്ങൾ സ്വന്തം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. തെറ്റെന്താണ് ശരി എന്താണെന്ന് എനിക്ക് സ്വാതന്ത്ര്യമായി ആലോചിക്കാൻ പറ്റിയിരുന്ന ഒരു സ്ഥിതിയായിരുന്നു എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അമർ ചിത്രകഥ എന്നെ സ്വാധീനിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക കുട്ടികൾക്കും ഇത്തരം ഒരു അന്തരീക്ഷം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അമർ ചിത്രകഥയുടെ പ്രസക്തി ഇവിടെ വരുന്നത്. അമർ ചിത്രകഥ 10 കോടി കോപ്പികളിൽ മുകളിൽ വിറ്റിട്ടുണ്ട്. അതിൽ മനസ്സിലാക്കാം എത്രത്തോളം ആൾക്കാർ ഇത് വായിക്കുന്നു, എത്രത്തോളം കുട്ടികൾ ഇതിൽ നിന്ന് സ്വാധീനിക്കപ്പെടുന്നു എന്ന് നമുക്കിതിൽ കാണാം. ഒരു ഭാരതീയ പൈതൃകത്തെ കുറിച്ച് അവബോധം നിറയ്ക്കുന്നു എന്നാണ് ഈ അമർ ചിത്രകഥകളെ അനുകൂലിച്ച് പറയുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷേ ഒരു ഹിന്ദു പുരാണങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും ഒരു ചിത്രകഥ രൂപത്തിലേക്കാക്കി ഹിന്ദു ദേശീയത വളർത്താനാണ് ഈ അമർ ചിത്രകഥകൾ പോലെയുള്ള ചിത്രകഥകൾ ഉദ്ദേശിക്കുന്നത്. അത് വിജയിക്കുന്നുമുണ്ട്. ഹൈന്ദവ ദേശീയത, അവരുടെ ഫാസിസ്റ്റ് അജണ്ടകൾ കുട്ടികളെ ഒരു പുതിയ ജനറേഷനെ, ഒരു ചിന്താശേഷിയില്ലാത്തൊരു പുതിയ ജനറേഷനെ ഉണ്ടാക്കുക എന്ന് ഫാസിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് ഈ അമർ ചിത്രകഥകൾ പോലെയുള്ള കോമിക്കുകൾ വളരെ സഹായകരമാണ്. അടിമത്തത്തെക്കാട്ടിലും ഭീകരമാണ് നമ്മുടെ ഇപ്പോൾ ദളിതരുടെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഉള്ള സവർണാധിപത്യത്തിൻ്റെ ഭീകരത നമ്മുടെ നാട്ടിൽ കാണുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന തലമുറയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത്? അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അമർ ചിത്രകഥയിൽ ഞാൻ പേഴ്സണലി ഒരു ജീവിക്കാൻ മതവിശ്വാസം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പക്ഷേ ഒരു രാജ്യത്ത് ഭൂരിപക്ഷം മതവിശ്വാസികളുള്ള ഒരു രാജ്യത്ത് മതങ്ങൾ തമ്മിൽ ഉള്ള സഹിഷ്ണുത വേണം, ഒരു സമാധാനം വേണം. അതല്ലാതെ ഏത് മീഡിയ ആകട്ടെ, അമർ ചിത്രകഥകളാകട്ടെ, ഏത് കോമിക് ബുക്സുകളാകട്ടെ, എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. അമർ ചിത്രകഥയിലെ രാഷ്ട്രീയം അത് കുറേ തലങ്ങളിൽ നമുക്ക് വിവരിക്കാൻ പറ്റും. ആദ്യത്തേത് ഇങ്ങനെയാണ്: ഒരു കാസ്റ്റിസം ആണ് ഇതിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ജാതി വ്യവസ്ഥ ആദ്യം വന്നിരിക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിൽ വന്നിട്ട് ആണ്. ജാതികൾ ജോലികൾ അടിസ്ഥാനം വെച്ചിട്ടാണ് ജാതികൾ ആദ്യം വരുന്നത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. നമ്മൾ അമർ ചിത്രകഥകൾ എടുത്തു നോക്കുമ്പോൾ അതിലെ നായകന്മാരും ബ്രാഹ്മണരും ക്ഷത്രിയരാണ്. ബ്രാഹ്മണർ അല്ലെങ്കിൽ സന്യാസിമാർ ശപിച്ചാൽ അത് ഏൽക്കുമെന്നത്രേ. ശൂദ്രന്മാർ അവരുടെ അടിമയായി കഴിയേണ്ടി വരുന്നു. വൈശ്യർ അവരെ സേവിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഇത് തന്നെയാണ്, ഈ ട്രഡീഷണൽ മൈൻഡ് സെറ്റാണ് ഇപ്പോഴും കുട്ടികളിൽ ചുമത്തുന്നതും ഇപ്പോഴും അമർ ചിത്രകഥകൾ ചിത്രീകരിക്കുന്നതും. നമുക്ക് വേറൊരു കാര്യം നോക്കാം. വെളുത്തവർക്ക് ഒരു ദൈവം, കറുത്തവർക്ക് വേറെ ദൈവം. മാത്രമല്ല, വെളുത്തവരാണെങ്കിൽ അവർ അപ്പർ കാസ്റ്റ്, കറുത്തവരാണെങ്കിൽ അവർ ലോവർ കാസ്റ്റ്. ഇങ്ങനെയൊരു സെപ്പറേഷനാണ് ഈ അമർ ചിത്രകഥകളിലൂടെയും ഈ ചിത്രകഥകളിലൂടെയും കുട്ടികളിൽ സ്റ്റീരിയോടൈപ്പായിട്ട് വയ്ക്കുന്നത്. അടുത്തത് സ്ത്രീ വിരുദ്ധത. ഇതിൽ
കാണിക്കുന്ന സ്ത്രീകളുടെ ചിത്രീകരിക്കുന്നത് ഒരു സുന്ദരിയായ ഒരു മധുരവാക്കുകൾ പറയുന്ന അഭിപ്രായ ശേഷിയില്ലാത്ത ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ്. ഇത് ശരിയല്ല. അതാണ് നമ്മൾ അത് മനസ്സിലാക്കാനൊരു കുട്ടിക്ക് ഒരു സമൂഹമില്ല, ഒരു അന്തരീക്ഷമില്ല. അത് ശരിയല്ല എന്ന് പറയാൻ ഒരു അന്തരീക്ഷമില്ല. ഇതിനൊരു ഉദാഹരണം പറയാൻ പറ്റുന്ന മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിൽ പാണ്ഡവർ ചൂതുകളി കൊണ്ട് സ്വന്തം രാജ്യത്തിനെയും അവസാനം സ്വന്തം ഭാര്യയെയും പണയം വെക്കേണ്ടി വരുന്നു. ആ പാണ്ഡവരാണ് മഹാഭാരതത്തിലെ ഹീറോ. പക്ഷേ പാണ്ഡവർ കാരണം അപമാനിതയായ പാഞ്ചാലി ആ രാജ്യസഭയിൽ പ്രതിഷേധിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ഗുരുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: നീ കുലീനിയാണ്, നീ ശബ്ദിക്കരുതെന്ന്. ഇതിലൂടെ മനസ്സിലാക്കാം ഒരു അഭിപ്രായ ശേഷിയില്ലാതെ ഒരു കുട്ടീനെ ഒരു സ്ത്രീയെ വളർത്തി വരുന്നത്. മാത്രമല്ല, ഒരു രാജാവിന് എത്ര ഭാര്യകൾ വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു സ്ത്രീ സ്വന്തം ചാസ്റ്റിറ്റി അഥവാ പ്യൂരിറ്റി നഷ്ടപ്പെട്ടാൽ ആ സ്ത്രീയുടെ ജീവിതം തകർന്നു എന്നാണ്. ഇതിലൂടെ പോളിഗാമി പ്രൊപ്പഗേറ്റ് ചെയ്യുകയും മാത്രമല്ല ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെ വിലക്ക് ഏർപ്പെടുത്തുകയുമാണ്. ഇനി അടുത്തത് റേസിസം. ദ്രൗപദി ഒറിജിനൽ മഹാഭാരത സ്ക്രിപ്റ്റേഴ്സിൽ ദ്രൗപദി അഥവാ പാഞ്ചാലി ഒരു ഡാർക്ക് സ്കിൻഡ് വുമൺ ആണ്. പക്ഷേ അത് ഈ അമർചിത്ര കഥയിൽ വരുമ്പോൾ ഡാർക്ക് സ്കിൻഡ് അല്ല, ഒരു ഫെയർ സ്കിൻ വുമൺ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. കൃഷ്ണൻ മഹാഭാരത സ്ക്രിപ്റ്റേഴ്സിൽ ഒരു ഡാർക്ക് സ്കിൻ ദൈവമായിട്ടാണ് കാട്ടുന്നത്. പക്ഷെ എന്തുകൊണ്ട് അമർചിത്ര കഥയിൽ ഇത് വരുമ്പോൾ ഒരു നീല കളർ കൊടുക്കുന്നു? എന്തുകൊണ്ട് ഒരു കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു ഹീറോ ആയിട്ട് വരാൻ അറിയുന്നില്ല? ആദി ശങ്കരാചാര്യരുടെ അമർചിത്ര കഥ രൂപവും ഇതുപോലെ തന്നെയാണ്. ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഒരു പാട്രിയാർക്കൽ ഡെഫിനിഷൻ ഓഫ് ഹീറോയിസം. സ്ത്രീകൾക്ക് സ്വന്തമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കറുത്ത വർഗ്ഗക്കാർക്ക് നായികയാവാൻ പറ്റുന്നില്ല. ഒരു മൈനോറിറ്റീനെ ഇത്രയും സപ്രസ് ചെയ്യുന്ന വേറൊരു ചിത്രകഥയും നമുക്ക് കാണാൻ പറ്റില്ല. അമർ ചിത്രകഥ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് ഇപ്പോൾ ഈ പ്രസന്റ് കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒക്ടോബർ 20 സ്വച്ഛ് ഭാരത് ക്യാമ്പയിനിൽ മോദിക്ക് വേണ്ടി അമർ ചിത്രകഥ ഒരു 32 പേജുള്ള ഒരു കോമിക് സീരീസ് ഇറക്കിയിരുന്നു. അതിൽ പറയുന്നത് എങ്ങനെയാണ്: മോദിജി ക്യാൻ മേക്ക് ദ ഇമ്പോസിബിൾ പോസിബിൾ. ഒരു ഓർഡിനറി മനുഷ്യനെ ഒരു കുട്ടീനെ കൊണ്ട് ഐഡലൈസ് ചെയ്യിപ്പിക്കുകയും ആ കുട്ടീനെ കൊണ്ട് ആ ഓർഡിനറി മനുഷ്യനെ വർഷിപ്പ് ചെയ്യിപ്പിക്കുകയാണ് ഈ അമർ ചിത്ര കഥകൾ ചെയ്യുന്നത്. ഒരു ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് ഈ അമർ ചിത്ര കഥ ചെയ്യുന്നത്. തെറ്റാവട്ടെ ശരിയാവട്ടെ, ഒരു കുട്ടിയുടെ ചിന്താശേഷിയാണ് ഇവിടെ വിലക്കുന്നത്. ഈ സദസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് അമർ ചിത്രകഥയുടെ വിപത്തുകൾ മാത്രമല്ല, അമർ ചിത്രകഥ പോലെയുള്ള കോമിക് സീരീസ് ഒരു കുട്ടിയെ സ്വാധീനിക്കാതിരിക്കാനുള്ള വഴികളും കൂടിയാണ്. നമ്മളിതിൻ്റെ സൊല്യൂഷൻ കാണണം. ഒരിക്കലും നമുക്ക് അമർ ചിത്രകഥയെ വിലക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഗവൺമെൻറ് വിലക്ക് ഏർപ്പെടുത്തില്ല. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സാംസ്കാരികവും ഒരു ഭൗതികവുമായ ഒരു അറ്റ്മോസ്ഫിയർ ഒരു കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒരു കുട്ടിക്ക് എന്താണ് തെറ്റ്, എന്താണ് ശരി എന്ന് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ പേരൻസും ടീച്ചേഴ്സും ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഒരു ചിന്താശേഷി വർദ്ധിപ്പിക്കണം. കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാൽ ഒരു കുട്ടിയും ഈ അമർ ചിത്രകഥയോ ഏത് സീരീസ് ആവട്ടെ ഒരിക്കലും സ്വാധീനിക്കപ്പെടില്ല. അമർ ചിത്രകഥയുടെ മാത്രം തെറ്റല്ല ഇത് നമ്മുടെ തെറ്റും കൂടിയാണ്. നമ്മളിത് തിരുത്തിയാൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കാണാം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.